മിസ്റ്റർ നന്ദുട്ടക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല. ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് നമ്മൾ വോട്ടിട്ടുണ്ടായിരുന്നു IQ Neo 9 Pro vs Nothing Phone 2 കമ്പാരിസൺ വീഡിയോ. ഇത് ഏതെടുക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരൊന്ന് ലൈക്ക് ചെയ്തേക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ പോയിട്ട് ആ ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഇതുമാതിരി കിടിലൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, ഫസ്റ്റ് തന്നെ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സ്നാപ്ഡ്രാഗൺ, നമുക്ക് ഇതിൻ്റെ പ്രോസസ്സറിലേക്ക് കടക്കുമ്പോൾ IQ Neo 9 Proയിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ് വരുന്നത്. പക്ഷേ നമ്മുടെ നത്തിങ് ഫോണിൽ വരുന്നത് സ്നാപ്ഡ്രാഗൺ 8+ Gen 1 ആണ് വരുന്നത്. എനിക്കിതിൽ രണ്ടൊരു കമ്പാരിസൺ നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. Adreno 714 ആണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് വരുന്നത് Adreno 713 ആണ് വരുന്നത്. അപ് ടു 128 GB ഉണ്ട്, അപ് ടു 128 GB ഉണ്ട്. രണ്ടിലും വേറെ വ്യത്യാസം. ഒന്ന് പ്രൊസസ്സർ വ്യത്യാസമാണ്, ഒന്ന് Adrenoയും വ്യത്യാസമാണ്. ഇതിൽ അതൊന്നല്ല, ക്യാമറ പെർഫോമൻസ് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നത്തിങ് എന്തായാലും അവിടെ പൊളിയാൻ പോവുകയാണ്. സോ IQയുടെ കൂടെ ക്യാമറേൻ്റെ കാര്യം കമ്പാരിസൺ ചെയ്യുമ്പോൾ ക്യാമറയിൽ കുറച്ചും കൂടി മുന്നിൽ നിൽക്കുന്നത് IQ. അതേപോലെ തന്നെ ഒരു ഗെയിമിംഗ് പെർഫോമൻസിൽ നോക്കുകയാണെങ്കിൽ അവിടെയും IQ ആണ് മുന്നിൽ നിൽക്കുന്നത്. നത്തിങ് ഫോൺ 2 ബാക്കോട്ടാണ്. നത്തിങ് ഫോൺ 1 വെച്ച് കമ്പാരിസൺ ചെയ്യുമ്പോഴും ബാക്കോട്ടാണ്. IQ Neo 9 Pro ഏതൊരു ഫോൺ, ഇപ്പം ഐഫോണും സാംസങ്ങും ഒഴിച്ച് ഓപ്പോ, വിവോ, അതേപോലെ തന്നെ എന്താ പറയുക, വിവോൻ്റെ കൂട്ടണ്ട, വിവോൻ്റെ സബ് ബ്രാൻഡ്, അതുകൊണ്ട് വിവോനെ കൂട്ടണ്ട. ഓപ്പോ, റെഡ്മി, റിയൽമി, അതേപോലെ തന്നെ ഇൻഫിനിക്സ്, ഇതെല്ലാം കൂട്ടുമ്പോൾ കുറച്ച് ബാക്കൗട്ടായിരിക്കാം. IQൻ്റെ ഇത്രയും നല്ലൊരു മൊബൈലായിരിക്കും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ, ഒരു 25K അത്രയും മറ്റേ വരുന്ന തോന്നുന്നു. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ പറ്റിയൊരു മൊബൈൽ തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കമ്പാരിസണിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു കമ്പാരിസൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കമ്പാരിസൺ ചെയ്യാൻ വേണം എന്ന് പറഞ്ഞിട്ടാണ് വോട്ട് ചെയ്തത്. കമ്പാരിസൺ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഏതൊരു ടെക് ക്രിയേറ്റർ സെലക്ട് ചെയ്യുന്നത് IQ ആയിരിക്കും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും നിസ്സാരമായ ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. കാരണം ക്യാമറ കമ്പാരിസൺ ചെയ്യുമ്പോൾ IQ ആണ് ജയിക്കുന്നത്. IQൻ്റെ അത്ര നല്ലൊരു ക്യാമറ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നത്തിങ് ഒരു നോർമൽ യൂസ് അല്ല, അതായത് ഒരു വലിയ അച്ഛനപ്പൂപ്പന്മാരെല്ലാം യൂസ് ചെയ്യൂലേ, ആ ഒരു മൊബൈൽ ആയിട്ട് കണക്ക് കൂട്ടാം നമുക്ക് നത്തിങ്. നേരെ മറിച്ച് നമ്മുടെ IQ എന്ന് പറഞ്ഞാൽ നമ്മളെ മാതിരി പിള്ളേർ, അങ്ങനത്തെ ഒരുപാട് ആൾക്കാർ 4th ജനറേഷൻ, ഇപ്പോൾ വരുന്ന ജനറേഷൻ യൂസ് ചെയ്യുന്ന മൊബൈലാണ്. കാരണം വേറെ ഒന്നല്ല, ഇത്രയും നല്ലൊരു ക്യാമറ. പിന്നെ ഈ IQ Neo 9 Proൻ്റെ പ്രത്യേകത സ്പെഷ്യൽ ഗെയിമിംഗ് ചിപ്പും കൂടി ക്രിയേറ്റ് ചെയ്തിട്ട് വരുന്ന ഒരു മൊബൈലാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളിംഗ് ചേമ്പർ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതായത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര നേരം വേണമെങ്കിലും ഹെവിയായി നിങ്ങൾ ഡിവൈസ് ചൂടാവാൻ തുടങ്ങിയെങ്കിൽ ആ വിവരം അറിയിച്ച് അത് കൂളാക്കാൻ തുടങ്ങും. ഇനി അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നത്തിങ് ഫോണിനെയും കാട്ടി എത്രയോ ബെറ്ററാണ് IQ Neo 9 Pro. പിന്നെ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിന് വേണ്ട എല്ലാ ക്വാളിറ്റിയോ അതിൻ്റെ അകത്ത് കുത്തി നിറച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യാമറയും ഒരു ഗെയിമിംഗ് പെർഫോമൻസും ഒരുമിച്ച് വേണം ഈ പ്രൈസിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു മൊബൈലാണ് IQ Neo 9 Pro. ഇന്ത്യയിൽ അത് വേരിയൻ്റ് ഇറങ്ങുന്നില്ല, IQ Neo 9 മാത്രമാണ് ഇറങ്ങുന്നത്. അതും എടുക്കാൻ നിങ്ങൾക്ക് സെയിം പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. സ്പെഷ്യൽ ഗെയിമിംഗ് ചിപ്സെറ്റ് തന്നെയാണ് അതിൻ്റെ അകത്തും വരുന്നത്. എനിക്ക് തോന്നുന്ന ഗെയിമിങ്ങിൽ എന്തായാലും രാജാവ് ഇവൻ തന്നെയാണ്, IQ തന്നെയാണ്. എൻ്റെ ഒരു നിഗമനത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഒരു ഒപ്പീനിയൻ, അതായത് എൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസ് IQ Neo Proൻ്റെയും നത്തിങ് ഫോൺ 2ൻ്റെയും സ്പെസിഫിക്കേഷൻ വെച്ച് നോക്കുമ്പോൾ, അതായത് ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ പ്രൊസസ്സർ ആയാലും ഗെയിമിംഗ് ആയാലും ക്യാമറ ആയാലും നല്ല മുന്നിൽ നിൽക്കുന്നത് IQ Neo 9 Proയും തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. എനിക്ക് ഇത്ര കാര്യം പറയാനുള്ളൂ. എന്തായാലും നോർമൽ ഒരു ഡിവൈസ് തപ്പുന്ന ആളാണെങ്കിൽ നത്തിങ് ഫോൺ എടുക്കാം.
അതെന്താ വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഫോട്ടോ എടുക്കാൻ പറ്റും, അത്യാവശ്യത്തിന് നല്ലൊരു പ്രൈസ് സെഗ്മെൻറ്റിലാണ്. അതായത് 25K നല്ലൊരു 4K റെക്കോർഡിംഗ് വീഡിയോ, അതേപോലെ തന്നെ ഒരു 4K റെക്കോർഡിംഗ്, അങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം കിട്ടാവുന്ന ഒരു പ്രൈസുള്ള ഒരു ഫോണായിരിക്കും നത്തിങ് ഫോൺ 2. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഗെയിമിങ്ങും ഫോട്ടോസും ഒരുപോലെ നല്ല ക്ലാരിറ്റിയിൽ എടുക്കാൻ വേണം ഒരു ഡിവൈസ് വേണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും IQ Neo 9ഉം IQ Neo 9 Proയെ ഞാൻ നിങ്ങൾക്ക് സജഷൻ ചെയ്യുള്ളൂ. കാരണം അത് അത്രയും നല്ല ബെറ്റർ മൊബൈലാണ്. സോ ഗൈസ്, കമ്പാരിസൺ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. കമ്പാരിസൺ പറയുമ്പോൾ IQ തന്നെയാണ് ഇവിടെ വിജയിക്കുന്നത്, നത്തിങ് ഫോൺ തോൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതേമാതിരി ഇൻട്രസ്റ്റ് വീഡിയോസിന് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ നമ്മൾ കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ യുവർ ഫ്രണ്ട് മിസ്റ്റർ നന്ദു ടെക് സൈനിങ് ഔട്ട്. ഗുഡ് ബൈ.